പതഞ്ജല യോഗസൂത്രം ദ പെർഫെക്റ്റ് ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ സൈക്കോളജി. ആസനാസ് ചെയ്തതാ യമനിയമങ്ങൾ നമ്മളുടെ അച്ചടക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പരിധിവരെ യമനിയമങ്ങൾ പാലിക്കാത്ത ആൾക്കാർ ആസനാസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഞാനൊക്കെ എൻ്റെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനിൽ അനാവശ്യമായതെല്ലാം എല്ലാം നമ്മൾ ഉരിഞ്ഞു കളയും. ഈ പീലിംഗ് ആണ്. നമ്മുടെ ശരീരത്തിൽ വിഷം ഉൽപ്പാദിപ്പിക്കാനും ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ശരീരത്തിൽ തന്നെ. ഹേയ്, അതെങ്ങനെ ശരിയാവുന്നല്ലേ ചോദ്യം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, രോഗിയാവണോ, പരദൂഷണം, കുശുമ്പ്, കുന്നായ്മ, ദേഷ്യം, മരിച്ചാലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളില്ലേ, ഇത് കയ്യിൽ വെച്ചാൽ ഇപ്പൊ നമ്മൾ പൊതുവെ നമ്മുടെ ഒരു യോഗ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആസനകളാണ്, അല്ലെങ്കിൽ ഒരു ജിം കൈൻഡ് ഓഫ് കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ ഇതിന് പറയാ, ആ ഒരു തരത്തിൽ ശരീരത്തെ വളച്ചൊടിക്കുന്ന ഒരു രീതിയാണെന്നുള്ളൊരു യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇപ്പം ഈ ഒരു കാര്യങ്ങൾ പഠിച്ചത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം മാം പറഞ്ഞത് വെച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, യോഗ ഒരിക്കലും ആസനങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു സൈക്കോളജിക്കൽ തലത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് മാം പറഞ്ഞിരുന്നു, അതായത് ഈ ആളുകൾ പ്രശ്നങ്ങൾ ഈ തെറാപ്പി തന്നെയല്ല യോഗയിലൂടെയൊക്കെ മാറ്റുന്നുണ്ടെന്ന്. അതെങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ പറയുന്ന ഒരു അലോപ്പതി മെഡിസിൻ ആണല്ലോ ശരിക്കും, അല്ലെങ്കിൽ അലോപ്പതിക് ഇതാണല്ലോ സൈക്കോളജി എന്ന് പറയുന്നത്. ആ ഒരു ഇതിൽ പോകാതെ പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുക? പതഞ്ജല യോഗസൂത്രം ദ പെർഫെക്റ്റ് ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ സൈക്കോളജി. ഓക്കെ. ഞാൻ എപ്പോഴും സൈക്കോളജി പഠിക്കുന്ന കുട്ടികളോട് പറയാറുണ്ട്, സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകളോട് പറയാറുണ്ട്, പതഞ്ജല യോഗസൂത്രം എടുത്ത് ഗവേഷണം ചെയ്യണം. ഇത്ര മനോഹരമായിട്ടാണ് നമ്മളുടെ ഓരോ ടെക്സ്റ്റുകളും, പ്രത്യേകിച്ച് പതഞ്ജല യോഗസൂത്രം അതായത് മനുഷ്യൻ്റെ മനസ്സ് എന്ന സങ്കേതത്തെ എങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ടാണ് യോഗ സയൻസായിട്ട് അംഗീകരിച്ചത്? സയൻസ് എന്ന് പറയുമ്പം ഒരു റിസൾട്ട് വേണം, ഒരു റീസണും റിസൾട്ട് വേണം. ഈ വഴിയിലൂടെ ഞാൻ പോയാലും മോള് പോയാലും അവിടെ എത്തണം. അതെ. പക്ഷെ ആ വഴിയിലൂടെ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയാണ്, അതായത് ശാരീരികം, മാനസികം. ആദ്യം നമുക്കറിയുന്നത് ശരീരമാണ്, പിന്നെ നമുക്ക് മനസ്സാണ് അറിയുന്നത്, പിന്നെ നമുക്ക് അതിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇത് രണ്ട് നമുക്ക് അറിയണം. ഓക്കെ. അപ്പം ആസനാസ് ചെയ്തതാ യമനിയമങ്ങൾ നമ്മളുടെ അച്ചടക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് ആസനാസിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒരു പരിധിവരെ യമനിയമങ്ങൾ പാലിക്കാത്ത ആൾക്കാർ ആസനാസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഞാനൊക്കെ എൻ്റെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ഓക്കെ. യമനിയമങ്ങൾ പാലിക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനിൽ അനാവശ്യമായതെല്ലാം എല്ലാം നമ്മൾ ഉരിഞ്ഞു കളയും. ഈ പീലിംഗ് ആണ്. ഈ തൊലി പൊളിക്കുന്നത് പോലെ നമ്മൾ വേണ്ട വിട്ട് കൊടുത്ത് വേണ്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ആസനാസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആസനാസിൽ നമ്മൾ ട്വിസ്റ്റിംഗ് ആൻഡ് ടേണിങ് യുവർ ബോഡി ടു സ്ട്രെയിറ്റൻ യുവർ മൈൻഡ്. ഇതെൻ്റെ വാക്കല്ല, VKS അയ്യങ്കാറിൻ്റെ വാക്കാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വളയ്ക്കുകയും ഒടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ നേരെ വഴിക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ, ഹോർമോണുകൾ, നിങ്ങളുടെ ശരീരത്തിൻ്റെ തലത്തിലുള്ള പല മാറ്റങ്ങളും മനോഹരമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റണമെങ്കിൽ ആദ്യം പറഞ്ഞ സാധനം വേണം. കാരണം നമുക്ക് നമ്മളുടെ ശരീരത്തിൽ എന്താണ് ഓരോന്നും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്നും നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ശരിയാണ്. കാരണം ഇതിപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം ഈ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു പ്രത്യേകതയാണ്, ഈ സൈക്കോളജിസ്റ്റിൻ്റെ എണ്ണം കൂടുന്നു. ഈവൻ സൈക്യാട്രി മെഡിസിൻസ് വരെ എടുക്കുന്ന കുട്ടികൾ ഇപ്പം എൻ്റെയൊക്കെ സെയിം ഏജിലുള്ള എത്രയോ ആളുകളാണ്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്കിതിനകത്ത് മെഡിസിൻസ് ഒന്നും ഇല്ലല്ലോ. ഈ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ വിഷം ഉൽപ്പാദിപ്പിക്കാനും ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ശരീരത്തിൽ തന്നെ. ഹേയ്, അതെങ്ങനെ ശരിയാവുന്നല്ലേ ചോദ്യം. ശരിയാണ്. കാണുന്ന ഓരോരുത്തർക്കും തോന്നാൻ ചാൻസ് ഉണ്ട് അല്ലേ? നല്ല ദേഷ്യം വരുമ്പം ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാ? അഡ്രിനാലിൻ. ഹോർമോൺ. ഓക്കെ. അഡ്രിനാലിൻ ശരിക്കും എന്തിനാ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്? എന്തെങ്കിലും അപകടം വരുമ്പം ഒന്നല്ലെങ്കിൽ എതിർക്കാൻ, അതല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ. ഹാർട്ടിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു,
നമ്മുടെ സർക്കുലേഷൻ വളരെ സ്പീഡിലാകുന്നു, ഇത് പാൽപിറ്റേഷൻ കൂടുന്നു ഒക്കെ ചെയ്യുമല്ലോ. ഇത് സ്ഥിരമായി നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഇത് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയാൽ നമുക്ക് വരുന്ന രോഗമാണ് എന്ത്? ആൻസൈറ്റിയോ? ആൻസൈറ്റി ഡിസോർഡറിനെക്കാട്ടിൽ ഏറ്റവും ആദ്യം വരുന്നത് BP ആണ്, ബ്ലഡ് പ്രഷർ. ഓക്കെ. ഇത് നമ്മളുടെ സ്വഭാവം കൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. ഇപ്പം മോള് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങളെ പോലെയുള്ള, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ എന്തുകൊണ്ടാണ് സൈക്യാട്രിക് അസിസ്റ്റൻസും സൈക്കോളജിക്കൽ അസിസ്റ്റൻസും കൂടുതലായിട്ട് വരുന്നത്? നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലം വളരെ ഈസി ആയിരുന്നു, ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. അതായത് ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോഴും പറയും, പാരൻറ്റിങ്ങിലാണ് പ്രശ്നം വരിക. എൻ്റെ കുട്ടിക്ക് ഞാൻ അനുഭവിച്ചൊന്നും അനുഭവിക്കരുത്, എൻ്റെ കുട്ടി വളരെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇരിക്കണം, ഈ കുട്ടിക്ക് ക്രിറ്റിസിസം കേട്ട് ശീലമില്ല, ഈ കുട്ടിക്ക് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച് ശീലമില്ല, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് ശീലമില്ല, ഒന്നുമില്ല. കുട്ടികൾ കളിച്ച് തോൽക്കില്ലേ? ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തിമർത്ത് കളിച്ച് തോൽക്കും. ആ തോൽവി തന്നെ നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ ഉയർത്തും. ഒരു കളിക്കൊരു നിയമമുണ്ട്, ആ നിയമം എല്ലാവരും പാലിക്കേണ്ടതാണ് എന്നുള്ളത്. അതായത് ഫിസിക്കലി നമ്മൾ കളിക്കുന്നില്ല. ഇതൊന്നും ഇല്ലാത്തൊരു തലമുറ വളർന്നു വരുന്നതിനനുസരിച്ച് ഈ പ്രശ്നങ്ങളും കൂടി IQ കൂടും, പക്ഷെ EQ കുറയും. എക്സാക്ട്ലി, അതെ, ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളാണ്. ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് വീട്ടിൽ വിശന്ന് വലഞ്ഞൊരാൾ വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഫുഡ് കൊടുക്കുമോ? പൊതുവെ നമ്മൾ അങ്ങനെ കൊടുക്കില്ലേ? വീട്ടിൽ കയറ്റും ആൾക്കാരെ നമ്മൾ. അതിന് പേടിയാണ്, ശരിയാണ്. പക്ഷെ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, വീട്ടിലൊക്കെ ആരെങ്കിലും ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചാൽ അമ്മൂമ്മ ഒരു പെടഞ്ഞെഴുന്നേൽപ്പുണ്ട്. അവരെ വേഗം കൊണ്ടുപോയി ഇരുത്തി ഭക്ഷണം കൊടുത്തത്, ഭിക്ഷക്കാരാണെങ്കിലും ശരി ആരാണെങ്കിലും കൊടുക്കും. ആ ഭക്ഷണം കൊടുത്തിട്ട് അവരെ നോക്കിയൊരു നിപ്പുണ്ട്. അവരെ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഒരു ആനന്ദം വരുന്നുണ്ട്. ശരിയല്ലേ? വൈ? ഹാപ്പി ഹോർമോൺ. വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, വീട്ടിൽ എക്സ്ട്രാ ഫുഡ് ഇരിപ്പുണ്ട്, ഒരാൾ വിശന്ന് വരണു, അയാൾക്ക് ഭക്ഷണം കൊടുത്തു. എന്തിനാ ഇത്രയധികം ഒരു സാധനം ഉള്ളെന്ന് വരണേ? കാരണം അയാൾ ഹാപ്പിയായി, അയാൾ എന്തോ ചെയ്തു. എന്തിനാ? ആ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന, ഇതിപ്പോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറയണത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആ വരുന്നത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹാപ്പി ഹോർമോണുകളുടെ ആക്ടിവേഷൻ ആണ്. ഈ ഹാപ്പി ഹോർമോണുകളെല്ലാം തന്നെ ശരീരത്തിന് ഔഷധമായിട്ട് ഭവിക്കുമ്പോൾ സ്ട്രെസ് ഹോർമോണുകളെല്ലാം തന്നെ ശരീരത്തെ കൊല്ലാനുള്ള വിഷമാണ്. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, എൻ്റെ ശരീരത്തിൽ വിഷം ഉൽപ്പാദിപ്പിക്കണോ അതോ ഔഷധം ഉൽപ്പാദിപ്പിക്കണോ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, രോഗിയാവണോ? പരദൂഷണം, കുശുമ്പ്, കുന്നായ്മ, ദേഷ്യം, മരിച്ചാലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളില്ലേ, ഇത് കയ്യിൽ വെച്ചാൽ ശരിയാ, സത്യം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനില്ല, മര്യാദക്കാരനായിട്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.